ഹലോ, അപ്പോൾ സെക്കൻഡ് പാർട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ ഫുള്ളായിട്ട് തന്നെ എല്ലാവരും കാണണം. ഇപ്പം എൻ്റെ തോളത്തിരിക്കുന്ന ഈ ജീവിയുടെ പേരൊന്നും എനിക്കറിയില്ല, ബട്ട് ഇങ്ങനെ ദേഹത്ത് ഉരുണ്ട് കളിക്കുന്ന ഒരു ജീവിയാണിത്. അത് മാത്രമേ എനിക്കറിയില്ല. ഇത് ഇഷ്ടം പോലെ കളറിൽ ഇവിടെ ഉണ്ട് കേട്ടോ. നല്ല ക്യൂട്ടാണ് ആളെ കാണാൻ ആക്ച്വലി. പിന്നെ അങ്ങോട്ട് കുറേ ടൈപ്പ് ഓഫ് പാമ്പുകളായിരുന്നു ഗൈസ്. അതിന് ശേഷം ഇങ്ങനെ ഒരു ചലന്തി, ഇത്രയും വലിയ ഇങ്ങനെ ഒരു ഡിഫറെൻറ്റ് ചലന്തിനെ ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ കാണുന്നത്. അങ്ങനെ കുറേ നാളായി ഞാൻ ഇവിടെ വന്നിട്ട് പാമ്പിനെ കഴുത്തിലിടണമെന്ന് എനിക്ക് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ ആ ആഗ്രഹം സബലീകരിച്ചു ഗൈസ്. പിന്നെ ഇത്രയും വലിയ ജീവിനെ കയ്യിലെടുക്കാൻ പറ്റുമെന്ന് ഞാൻ കരുതിയിട്ടുണ്ടായിരുന്നില്ല. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു ഇതിനൊക്കെ. ഇങ്ങോട്ട് വന്നത് തന്നെ നല്ല ഫൺ ഡേ ആയിരുന്നു കേട്ടോ. ചേട്ടൻ എൻ്റെ കയ്യിലിടുന്ന ഈ ജീവിനെ എനിക്ക് പേരറിയില്ല, ബട്ട് ക്യൂട്ടാണ് എല്ലാത്തിനും കാണാൻ. പിന്നെ ഈ പാമ്പിനെ ഞാൻ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തുന്നുള്ളൂ. പിന്നെ പഞ്ചവർണ്ണത്തത്തേനെ എടുക്കാൻ പറ്റി, കാണാൻ പറ്റി. ഇവിടെ വന്നിട്ട് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇവരെയായിരുന്നു കേട്ടോ. ഇവർ രണ്ടുപേരും നല്ല സ്നേഹം നമ്മളോട് കാണിച്ചു. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടത് ഇവർ രണ്ടുപേരെയായിരുന്നു. ഞാൻ കുറേ നേരം അവരിങ്ങനെ ഒഴിഞ്ഞിരുന്നു. ബ്ലാക്കിനെയാണ് എനിക്ക് കുറച്ചും കൂടി കൂടുതൽ ഇഷ്ടപ്പെട്ടത്. പിന്നെ സെക്കൻഡ് ആയിട്ട് എൻ്റെ ഫേവറേറ്റ് ഉണ്ടായിരുന്നത് ഇത്രയും നല്ല കളർഫുൾ ആയിട്ടുള്ള ബേർഡ്സ് ആയിരുന്നു. ഇവർ ആദ്യം എൻ്റെ കയ്യിലും തലയുമൊക്കെ കയറിയപ്പോൾ എനിക്ക് ചെറുതായിട്ടൊന്ന് കുത്തി. കാരണം അവരുടെ ആ ഒരു നഖത്തിന് അത്രയ്ക്ക് ഷാർപ്നെസ് ഇല്ല, എന്നാലും ജസ്റ്റ് ഒരു കുഞ്ഞ വേദന എടുക്കുന്നുണ്ടായിരുന്നു. ബട്ട് എവിടെയും മുറിഞ്ഞിട്ടൊന്നുമില്ല. പിന്നെ അങ്ങോട്ട് അത് അഡ്ജസ്റ്റഡായി. എനിക്ക് നല്ല സന്തോഷമായി. കണ്ട നല്ല കളർഫുൾ ആയിട്ടുള്ള ക്യൂട്ടായിട്ടുള്ള ബേർഡ്സ് ആണ് കേട്ടോ ഇവരൊക്കെ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. സെക്കൻഡ് ആയിട്ട് എൻ്റെ ഫേവറേറ്റ് ഇവരായിരുന്നു. അതിനുശേഷം നമ്മൾ പോയതിനു ശേഷം അവിടെ ഉള്ള ഫുഡൊക്കെ അവർ പറക്കി തിന്നുണ്ടായിരുന്നു. പിന്നെ അവിടെ കുഞ്ഞു കുട്ടികൾക്ക് കളിക്കാനായിട്ട് പാർക്കൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നല്ല ഫൺ ഡേ ആയിരുന്നു. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയി വരുന്നവരെ എല്ലാവർക്കും ബൈ.